കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് ജൂത വിരോധം അല്ലെങ്കിൽ ഹമാസ് അനുകൂല പ്രവർത്തനം നടത്തിയെന്ന് കേരളത്തിൽ നിന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ പുറത്താക്കിയ ഒരു സംഭവമാണ് ഇപ്പൊ ചർച്ചയായിട്ടിരിക്കുന്നത്. രഞ്ജിനി ശ്രീനിവാസ്. അത് ഇന്ത്യക്ക് വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു രീതിയായിപ്പോയി. കാരണം അമേരിക്ക അവരെ പുറത്താക്കിയവരും ലോകത്തെ വിളിച്ചറിയിക്കുകയും അല്ലെങ്കിൽ അമേരിക്കയുടെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ ഇത്തരത്തിൽ ഹമാസ് അനുകൂലമായിട്ടുള്ള ആള് ഇന്ത്യയിൽ നിന്നും ഇവിടെ വന്ന് ഈ പറയുന്ന കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനത്തിന് വേണ്ടി വിസ എടുത്ത് ഇവിടെ വരികയും അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് ഹമാസിന് അനുകൂലമായി സംസാരിക്കുകയും ജൂത വിരോധം സംസാരിക്കുകയും അത്തരത്തിലുള്ള ആൾക്കാരെ ഒരു പരിഗണനയും ഈ പറയുന്ന അമേരിക്ക ഇല്ലാത്തതുകൊണ്ട് അവരെ പുറത്താക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്താക്കുറിപ്പാണ് അവിടെ നിന്ന് വന്നത്. അതിനകത്ത് അവരെ പുറത്താക്കിക്കോട്ടെ, അല്ലെങ്കിൽ അവർ ഹമാസിന് വേണ്ടി പറഞ്ഞതുകൊണ്ട് ആ രാജ്യത്ത് ഹമാസ് നിയന്ത്രിച്ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്ത് ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ട് അംഗീകരിച്ചിരിക്കുന്നതുകൊണ്ട് അത്തരത്തിൽ കാര്യം പറയുന്നവരെ അവിടെ നിന്ന് പുറത്താക്കും. പക്ഷേ നമ്മൾക്ക് ഇതിനകത്തുനിന്ന് കാണുവാൻ സാധിക്കുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് പല രാജ്യങ്ങളിലെയും അടുത്ത് ചെല്ലുമ്പോൾ, ഇപ്പം പ്രത്യേകിച്ചും 2014 ശേഷം ഇന്ത്യക്കാർ, നമ്മൾ വിദേശത്ത് നിൽക്കുന്ന ആൾക്കാർ സംസാരിച്ച ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ, പണ്ട് അമേരിക്കക്കാരൻ ലോകത്ത് എവിടെ ചെന്നാലും അവന് കിട്ടുന്ന ഒരു വല്ലാത്ത പ്രിവിലേജ് അല്ലെങ്കിൽ ഒരു പരിഗണന ഉണ്ടായിരുന്നു. അമേരിക്കക്കാരൻ അയ്യോ അങ്ങനെയൊക്കത്തില്ല ഇങ്ങനെയൊക്കത്തില്ല, അല്ലെങ്കിൽ അവർ പ്രത്യേകം പരിഗണന കൊടുത്തേ മതിയാവൂ എന്ന് പറയുന്ന പോലെ ഇന്ത്യക്ക് ഒരു പ്രത്യേക പരിഗണന 2014 ശേഷം ഈ ലോകത്തെവിടെയുമുള്ള ഇന്ത്യക്കാർക്ക് ആ രാജ്യത്തിനകത്തും അവിടുത്തെ പോലീസ് സംവിധാനത്തിനകത്തും അല്ലെങ്കിൽ അവരുടെ ഈ പരിഗണനയ്ക്കകത്തും ഒക്കെ വളരെ വലിയൊരു വലിപ്പത്തിൽ വരുന്നുണ്ട്. ആ സമയത്താണ് ഈ ലോകത്തിലെ നമ്പർ 1 സാമ്പത്തിക രാജ്യമായിട്ടുള്ളത് അമേരിക്ക തന്നെ. അമേരിക്കയിൽ ഇന്ത്യയുമായിട്ട് ഏറ്റവും സൗഹൃദമുള്ള ഒരു രാജ്യമാണ്. അല്ലെങ്കിൽ ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങൾക്കകത്ത് ഇപ്പൊ ട്രംപ് വന്നതിന് ശേഷം മറ്റ് രാജ്യങ്ങൾ, പല രാജ്യങ്ങൾ, അവിടെ ഈ യൂറോപ്യൻ രാജ്യങ്ങളായാലും കൊള്ളാം, നാറ്റോ രാജ്യങ്ങളായാലും അവർക്കൊന്നും കിട്ടാത്ത പല പരിഗണനകളും ഇന്ത്യക്ക് മുമ്പേ കൊടുത്തു പോകുന്ന ഒരു സ്ഥലത്ത് ഇന്ത്യയിൽ നിന്ന് പഠിക്കാനെന്ന വ്യാജേന ഈ പറയുന്നത് പോലെ അവിടെ ചെല്ലുകയും അവിടുത്തെ ഈ പറയുന്ന നിരോധിച്ചിരിക്കുന്ന അവർ ഏറ്റവും കൂടുതൽ ശത്രുവായിട്ട് കാണുന്ന ഈ പറയുന്ന ഹമാസ് ഉൾപ്പെടെയുള്ളവരുടെ ഭാഗമായിട്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതിനുവേണ്ടി മുദ്രാവാക്യം നടത്തുകയും അതിനുവേണ്ടി പ്രകടനം നടത്തുകയും ആ ഇന്ത്യക്കാരി ആണ് അല്ലെങ്കിൽ അവർ ഇത്തരത്തിൽ തീവ്ര ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ ലോകത്തുടനീളം ഇന്ത്യയുടെ ഇമേജ് എങ്ങനെയാവും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരാളിനെ പുറത്താക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന ആൾക്കാർ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഭാഗമാകുന്ന ഒരവസ്ഥ. അതായത് ഇന്ത്യക്കും അല്ലെങ്കിൽ ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യക്കുള്ള ഇമേജ് പോകുന്ന ഒരു രീതി. അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ ഇവിടെ നിന്ന് മാന്യമായിട്ട് അമേരിക്കയിൽ പോയി വിദ്യാഭ്യാസം നടത്തി അവിടെ ഒരു ജോലി മേടിച്ച് ഒരുപക്ഷെ കുടുംബത്തെ പോലും അവിടുത്തെ സിറ്റിസൺ ആക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മാനസികാവസ്ഥയുള്ള പല ആൾക്കാരുമുണ്ട്. അവർക്കൊക്കെ നാളെ കാലത്ത് ഇതുപോലെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാൾ ഇത്തരത്തിൽ വിധ്വംസക പ്രവർത്തനം ടെററിസത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നാളെ കാലത്ത് ഇവിടെ നിന്ന് മാന്യമായ രീതിയിൽ പഠിക്കാനും അല്ലെങ്കിൽ അവിടെ പോയി ജോലി നേടാനും ഒക്കെ വിചാരിക്കുന്ന ആൾക്കാർക്കും അവരെയൊക്കെ സംശയത്തിന്റെ നിർത്തുന്നതിനും അല്ലെങ്കിൽ അവരവിടെ ചെല്ലുമ്പോൾ അവർക്ക് കൂടുതൽ കാഠിന്യമുള്ള പരിശോധനയ്ക്കൊക്കെ വിധേയമാക്കി അവരെ അവിടെ കയറ്റുന്നതിനും നാളെ കാലത്തെ ഒരുപക്ഷെ ഇപ്പൊ സുതാര്യമായിട്ട് നിൽക്കുന്ന ഇവിടുന്ന് പോകുന്നവർക്ക് പഠിക്കാൻ സുതാര്യമായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അവിടെ പോയി പഠിച്ചിട്ട് വരാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി വളരെ കഠിനമായിട്ട് അവർ ഇപ്പൊ ബാൻ ചെയ്തിട്ടുള്ള പല രാജ്യങ്ങളുടെയും കൂട്ടത്തിൽ ഇന്ത്യയിൽ പെടുത്തുന്നതിനും കാരണമാകുന്ന ഒരു രീതിയാണ് ഇപ്പൊ ഈ പറയുന്ന പെൺകുട്ടിയിൽ നിന്നും ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയെ ആക്ഷേപിക്കുന്ന ഒരവസ്ഥ. ഒരുപക്ഷെ കേരളത്തിൽ ഈ പറയുന്ന ഹമാസിനെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ പറയുന്ന ഹമാസിനെ നിരോധിച്ചു കാണത്തില്ല. ഹമാസിനെ നിരോധിക്കാത്ത ഇവിടെ ഈ ഹമാസ് എന്ന് പറയുന്ന ടെററിസ്റ്റ് സംഘടന ഈ പറയുന്നത് പോലെ നമുക്ക് മാന്യമായ സംഘടനയാണെന്ന് അഭിപ്രായം ഉള്ളത് കൊണ്ടല്ല. ഒരു ടെററിസ്റ്റ് സംഘടനയായിട്ട് ഒരു സംഘടനയെ പ്രഖ്യാപിക്കുമ്പോൾ ആ സംഘടന ആ രാജ്യത്ത് എന്തെങ്കിലും ആ രീതിയിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രവർത്തനം അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്ന പ്രവർത്തനം അല്ലെങ്കിൽ രാജ്യത്തിന്റെ മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിഭജനത്തിനെ ബാധിക്കുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടത്തിയാൽ മാത്രമേ അവരെ അങ്ങനെ പ്രഖ്യാപിക്കാറുള്ളൂ. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ആക്ടിവിറ്റികളും ഇതുവരെ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇവിടെ റിപ്പോർട്ട്
ചെയ്യാത്തത് കൊണ്ട് UAPA നിയമപ്രകാരം കേസെടുക്കാനുള്ള കേസുകൾ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അവരെ എന്നേ ഈ പറയുന്ന അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും നിരോധിച്ചതുപോലെ നമുക്കും നിരോധിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഹമാസ് അങ്ങ് ക്ലിയർ ആണ്. ഹമാസിന് വേണ്ടി എന്തും പറയാം. പാലസ്തീൻ വിമോചനത്തിന് വേണ്ടി നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് പാലസ്തീൻ വിമോചനമല്ല, അവിടെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടത്തുന്ന ഹമാസിന്റെ ഭാഗമായിട്ട് പറയുന്ന കുറെ ആൾക്കാരും അവരെ ആനപ്പുറത്ത് കയറ്റുന്ന കുറെ ആൾക്കാരും അവർക്ക് അനുകൂലമായിട്ട് പറഞ്ഞാൽ മാത്രമേ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ കൂടെ നിൽക്കത്തില്ല എന്ന് കണ്ടുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരന്റെ കൂടെയും അല്ലെങ്കിൽ ഇവിടുത്തെ SDPIക്കാരന്റെ കൂടെയും PFIക്കാരന്റെ കൂടെയും ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നിന്ന് ഹമാസ് അനുകൂല മുദ്രാവാക്യം വിളിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഈ ആവേശം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരായിട്ട് ഇന്ത്യക്ക് വെളിയിൽ പോയി അമേരിക്ക പോലെയുള്ള രാജ്യത്തും ജൂത വിരോധവും അല്ലെങ്കിൽ ഹമാസ് വിരോധവും ഒക്കെ പടർത്തി അല്ലെങ്കിൽ പകർന്ന് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിനകത്ത് ഹമാസ് വിരോധം ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹമാസ് വിരോധം പറയുമ്പോൾ ഈ പറയുന്ന ആൾക്കാർക്ക് അത്തരത്തിൽ പറയുന്നതിന് പല രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നതായിട്ടാണ് നമ്മൾ ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതിനകത്ത് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് പല രീതിയിലുള്ള പിന്തുണ എന്ന് പറയുമ്പോൾ സാമ്പത്തിക പിന്തുണയും മറ്റ് പല പിന്തുണയും അവർക്ക് ലഭിക്കുന്നുണ്ട്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി പല കാര്യങ്ങൾ നടത്തുന്നുണ്ട്. നമ്മൾ അമേരിക്കയെ തന്നെ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന ഈ ട്രംപിന് മുമ്പ് ഇരുന്ന ബൈഡന്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളവർ പോലും ബൈഡൻ ഈ പറയുന്ന ഹമാസിന് അനുകൂലമായി പല ഘട്ടങ്ങളിലും തീരുമാനം എടുത്തു എന്ന് പറയുന്ന നെതന്യാഹുവിനെ ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് പറയിക്കുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ബൈഡൻ എന്ന് പറയുന്ന ഭരണാധികാരി ഒരുപക്ഷെ ഈ പറയുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനകത്ത് ഇസ്രായേലിന്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ താല്പര്യങ്ങൾ ഹമാസിന് അനുകൂലമായിരുന്നു. അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കും ഈ രഞ്ജിനി ശ്രീനിവാസൻ എന്ന് പറയുന്ന ആൾ അന്ന് ഈ യുദ്ധം നടന്നപ്പോൾ ആ ഹമാസിന് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ചവിടെ നിന്നടക്കുകയും ഇത്രയും ദിവസം അവിടെ തുടരാനും അവരുടെ ആ അജണ്ട പാസാക്കി പോകുവാനും ഒക്കെ സാധിച്ചത് ഈ ഇപ്പൊ ഇരിക്കുന്ന ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ ഹമാസിന് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിക്കുകയും അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം യൂണിവേഴ്സിറ്റിയിൽ ഉരുത്തിരിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ അവിടെ നിന്ന് നാട് കടത്തപ്പെടും. അതിന്റെ ഏറ്റവും ഭയങ്കര ഉദാഹരണമാണ് ഇങ്ങനെ കണ്ടെടുത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ച് ഈ പറയുന്ന ഹമാസിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള അന്ന് അതിനുവേണ്ടി പ്രകടനം നയിച്ചിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോ എടുത്താൽ ആ ഫോട്ടോയിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംവിധാനം നിങ്ങൾക്കറിയാമല്ലോ, ആ ഫോട്ടോ അന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ പുറകോട്ടുള്ളതാണെങ്കിൽ പോലും ആ ഫോട്ടോ വെച്ചിട്ട് അയാൾ ആരാണെന്നും എവിടുന്ന് വന്നതാണെന്നും അയാളുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഉള്ളത് കിട്ടുന്നതിന് വേണ്ടിയുള്ള സംവിധാനം നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇവരെയെല്ലാം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരാളെ ഹമാസിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് പുറത്താക്കിയപ്പോൾ നമ്മുടെ മീഡിയ വൺ ചാനൽ പറയുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ചർച്ചയ്ക്കകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ നിന്ന് പുറത്താക്കിയ രഞ്ജിനി ശ്രീനിവാസൻ എന്ന് പറയുന്ന ആൾ പാലസ്തീൻ അനുകൂലമായിട്ട് പറഞ്ഞതിന് വേണ്ടിയാണ് പുറത്താക്കിയത് എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തുന്നുണ്ട്. അല്ല, പാലസ്തീൻ അനുകൂലമായിട്ട് പറഞ്ഞതിനല്ല, ഹമാസിന് അനുകൂലമായിട്ട് പറഞ്ഞതിനാണ്. പാലസ്തീൻ അനുകൂലമായിട്ട് പറഞ്ഞതിന് പുറത്താക്കാനാണെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പാലസ്തീൻ അനുകൂലമാണ്. പാലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പലവട്ടം ഇപ്പം ഏറ്റവും അവസാനം ഇസ്രായേലിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പോലും സ്വതന്ത്ര പാലസ്തീന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. പണ്ടും ഇന്ത്യ അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇപ്പം ഏറ്റവും അവസാനവും നരേന്ദ്രമോദി അതിന്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നത്. അപ്പം നരേന്ദ്രമോദിയെ തന്നെ ഈ പറയുന്ന മീഡിയ വൺ പറയുന്ന പോലെ പാലസ്തീൻ അനുകൂലമായിട്ട് സംസാരിക്കുന്നതിന് ആ രാജ്യത്ത് നിന്ന് പുറത്താക്കണമെങ്കിൽ അദ്ദേഹത്തെ ആ രാജ്യത്ത് കയറ്റാൻ പോലും അമേരിക്കയ്ക്ക് സാധ്യമല്ല. അപ്പൊ തെറ്റായ രീതിയിൽ പ്രചരണം നടത്തി ആൾക്കാരെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് മീഡിയ വൺ നടത്തുന്നത്. പാലസ്തീൻ അനുകൂലമായിട്ട് പറഞ്ഞതിനല്ല, ഹമാസ് എന്ന് പറയുന്ന ടെററിസ്റ്റ് സംഘടനയ്ക്ക് അനുകൂലമായിട്ട് പറഞ്ഞതിനാണ്. അത് ലോകത്ത് പല രാജ്യങ്ങൾ നിരോധിച്ചിട്ടുള്ളതുപോലെ ആ ടെററിസ്റ്റ് ഗ്രൂപ്പിനെ അമേരിക്കയെ നിരോധിച്ചിട്ടുണ്ട്. ആ നിരോധിച്ച സംഘടനയ്ക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നതിനും അതിനുവേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നതിനും പോയത് കൊണ്ടാണ് ഈ വിദ്യാർത്ഥിയെ അമേരിക്കൻ ഗവൺമെന്റ് ചവിട്ടി പുറത്താക്കിയത് എന്നാണ് യഥാർത്ഥ കാര്യവും യഥാർത്ഥ വാർത്തയും.